ദൈവരാജ്യത്തെ പരിചയപ്പെടുത്തുക, ദൈവരാജ്യത്തിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കുക, ദൈവരാജ്യത്തിലേക്ക് ആളുകളെ സംഭരിക്കുവാൻ നീ ദിനരാത്രം പ്രാർത്ഥിക്കുക. നീ നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കുക. നീ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിക്കുക. നിന്റെ ജീവിതം സാക്ഷ്യമുള്ളതും നിന്റെ ജീവിതം നീതിബോധമുള്ളതുമാകട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. എഫാത്താ, എഫാത്താ, എഫാത്താ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരിക്കൽ കൂടി ഈ എൽറോയ് മിനിസ്ട്രിയിലൂടെ ഇതാ എഫാത്ത എന്ന സെക്ഷനിലൂടെ വീണ്ടും കണ്ടുമുട്ടുവാൻ ദൈവം നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഈശോ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം, സമയം പൂർത്തിയായി. യേശു പറയാണ്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിൽ ഇന്നും കർത്താവ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഈ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട കർത്താവിൻ്റെ ജനത്തോട് വിളിച്ചു പറയുകയാണ്. ഈ ഓൺലൈനിലൂടെ ശുശ്രൂഷ സ്വീകരിക്കുന്ന കർത്താവിൻ്റെ ജനത്തോട് കർത്താവ് വിളിച്ചു പറയുകയാണ്, സമയം പൂർത്തിയായി. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുൻപിൽ ഒരു സമയമുണ്ട്. സമയമാകുമ്പോൾ അത് സംഭവിക്കും. ദാനിയേൽ പ്രവാചകനോട് ദൈവം പറയാണ്, ദൂതൻ പറയാണ്, ദാനിയേലേ, സമയത്തിന് മുമ്പ് നീ അതിലൊന്നും ചെയ്യേണ്ടതില്ല, നീ അത് മുദ്ര വെക്കുക, സമയമാകുമ്പോൾ എല്ലാം സംഭവിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിനെ വാസ്തവത്തിൽ എന്തിനാണ് ദൈവപിതാവ് ലോകത്തിലേക്ക് അയച്ചത്? പലരും ഇന്ന് ആഗ്രഹിച്ചിരിക്കുന്നതും വിശ്വസിച്ചിരിക്കുന്നതും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ദൈവം എൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാനാണ്, എൻ്റെ മക്കൾക്ക് ജോലി തരാനാണ്, എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്, എനിക്ക് വീണ്ടും കുറച്ചും കൂടി സാമ്പത്തിക മെച്ചം ഉണ്ടാക്കാനാണ്, എനിക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്താനാണ് എന്നൊക്കെ ഒരുപാട് ആണ് 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 ഇതിനാണ് അതിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ ഇന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ഒരു അത്ഭുത പ്രവർത്തകനായിട്ടല്ല, ഒരു പ്രവാചക ദൗത്യം നിർവഹിക്കാനല്ല, ഒരു പ്രവാചകനായിട്ടുമല്ല. ദൈവപിതാവ് ദൈവത്തെ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് മാനവകുലത്തെ രക്ഷയിലേക്ക് നയിക്കാൻ, അഥവാ സ്വർഗരാജ്യത്തെ പരിചയപ്പെടുത്താനാണ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല. പിതാവ് ആകർഷിച്ചാൽ അല്ലാതെ യേശുക്രിസ്തു വഴി നമുക്ക് നൽകിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ കടക്കുവാൻ മനുഷ്യകുലത്തിൽ ആർക്കും സാധിക്കില്ല. പിതാവ് ആകർഷിക്കണം. ഒന്നാമത്തേതിൽ പിതാവിൻ്റെ ആകർഷണീയത, രണ്ടാമത്തേതിൽ യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക. അങ്ങനെ വെറുതെ മനുഷ്യന് കയറി സഞ്ചരിക്കാൻ പറ്റുന്ന വഴിയല്ലാതെ ഇത് പരിശുദ്ധാത്മാവ് ആ വ്യക്തി ആ വഴിയിലൂടെ സഞ്ചരിപ്പിക്കണം. അപ്പോൾ മാത്രമാ വഴിയും സത്യവും ജീവനുമാകുന്ന യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ മനുഷ്യന് സഞ്ചരിക്കുവാൻ കഴിയുകയുള്ളൂ. അഥവാ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ പരിശുദ്ധ മനുഷ്യനാക്കി കഴിഞ്ഞ് അവനെ പരിശുദ്ധ വഴിയിലൂടെ നടത്തി ഒരു ആത്മീയ മനുഷ്യനാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ആത്മീയ യാത്രയ്ക്കായി പരിശുദ്ധാത്മാവ് അവനെ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, യേശു ഇവിടെ വന്നത് ദൈവരാജ്യത്തെ പരിചയപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് കർത്താവ് ലൂക്കാ സുവിശേഷം 12-ാം അധ്യായത്തിൽ
ഒരു ഭോഷനായ ധനികനെ ഈശോ പരിചയപ്പെടുത്തുകയാണ്. ഒരു ഭോഷനായ ധനികൻ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ. ആ 13 മുതലുള്ള തിരുവചനം, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജനക്കൂട്ടത്തിൽ ഒരുവൻ യേശുവിനോട് പറഞ്ഞു, ഗുരു, എൻ്റെ പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എൻ്റെ സഹോദരന്മാരോട് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ജനക്കൂട്ടത്തിൽ യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുക. യേശുവിന് എപ്പോഴുമുള്ള പ്രസംഗ വിഷയം ദൈവരാജ്യമാണ്. യേശു തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നത് വരെ ദൈവരാജ്യം, ദൈവരാജ്യം, ദൈവരാജ്യത്തിൽ കടക്കുക, ദൈവരാജ്യത്തിൽ കടക്കുക, ദൈവരാജ്യത്തിൽ കടക്കുക, ദൈവരാജ്യത്തിൽ കടക്കുക. ഇത് തന്നെയാണ് യേശുവിൻ്റെ പ്രബോധനവും പ്രഘോഷണവും. ഹല്ലേലൂയ. ലോകത്തിന്റെ ചപ്പും ചവറുമായി ഒരു പ്രസംഗ വിഷയവും യേശുവിനില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ 1 കൊരിന്ത്യർ 15:19 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിൽ ലക്ഷ്യം വെച്ചതെങ്കിൽ, വിശ്വാസം അർപ്പിച്ചതെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സന്ദർഭത്തിൽ എനിക്കൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ശുശ്രൂഷകരും ദൈവവചനത്തെ ഈ കാലത്ത് ലോകത്തിന് പരിചയപ്പെടുത്തുന്നതുമായ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെ, നിങ്ങൾ ലോകത്തിന് വേണ്ടി പ്രസംഗിക്കരുത്. ദൈവരാജ്യത്തെ സംബന്ധിച്ച് പ്രസംഗിക്കുക, ദൈവരാജ്യത്തെ പരിചയപ്പെടുത്തുക, ദൈവരാജ്യത്തിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കുക, ദൈവരാജ്യത്തിലേക്ക് ആളുകളെ സംഭരിക്കുവാൻ നീ ദിനരാത്രം പ്രാർത്ഥിക്കുക. നീ നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കുക. നീ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ചെലവഴിക്കുക. നിന്റെ ജീവിതം സാക്ഷ്യമുള്ളതും നിന്റെ ജീവിതം നീതിബോധമുള്ളതുമാകട്ടെ. അപ്പോൾ നീ വഴി ആത്മാക്കളെ കർത്താവ് സ്വർഗരാജ്യത്തിലേക്ക് അടുപ്പിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ പ്രിയമുള്ളവരെ, യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരുവൻ വന്ന് പറയാണ്, കർത്താവേ, എൻ്റെ പിതൃസ്വത്ത്, എൻ്റെ പിതാക്കന്മാരുടെ സ്വത്ത്, അത് എൻ്റെ സഹോദരങ്ങളുമായി കൃത്യമായി പങ്കുവെക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ സംബന്ധിച്ച് യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും അവന് മനസ്സിലാവുന്നില്ല. അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോക ജീവിതം, ഈ ലോകം, എൻ്റെ വീട്, എൻ്റെ സ്ഥലം, എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് വേണ്ട ആവശ്യം, എനിക്കുള്ള നന്മ എനിക്ക് കിട്ടണം, അതൊന്നും അവരുടേതാകരുത്, എൻ്റേതാകണം, ഇതൊക്കെ എനിക്ക് സ്വന്തമാകുന്നതിലാണ് എനിക്ക് സന്തോഷം. ഹല്ലേലൂയ. യേശുവിൻ്റെ ദൈവരാജ്യ പ്രഘോഷണമൊന്നും അവൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല. അവൻ പറയുന്നത്, യേശുവിനോട് പറയുകയാണ്. യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവൻ ലോകരാജ്യത്തെക്കുറിച്ച്, എനിക്കത് ആവശ്യമാണ്, എനിക്കിത് ആവശ്യമാണ്, എനിക്കിത് സ്വന്തമാകണം, ഇത് എൻ്റേതെന്ന് പറയണം, ഇത് ചേട്ടൻ്റേതെന്നോ അനിയൻ്റേതെന്ന് പറയാൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നു, ഇത് എൻ്റേതെന്ന് പറഞ്ഞാലേ ഞാനതിൽ സന്തോഷിക്കുകയാണ്, ഞാനതിൽ സംതൃപ്തനാണ്. ഹല്ലേലൂയ. യേശു ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവനാകട്ടെ ലോകരാജ്യത്തെ ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആരാണ് നിയമിച്ചത്? നീ എന്നെ കുറിച്ച് എന്താ ധരിച്ചിരിക്കുന്നേ? നിന്റെ ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് ഞാൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്നാണോ നീ വിചാരിക്കുന്നേ? നീ എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നേ? ഇന്നും പലർക്കും ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരോ യേശുവെ എന്ന് വിളിക്കുന്നവരുമായ പലരും ഇന്ന് അറിയുന്നില്ല യേശു വാസ്തവത്തിൽ എന്തിനാണ് വന്നതെന്നും, എന്തിനാണ് യേശു കാൽവരി കുരിശിൽ സ്വമേധയായി അർപ്പിച്ച്, സ്വമേധയായി ഈ ബലി ഏറ്റെടുത്ത്, ഈ ത്യാഗം ഏറ്റെടുത്ത്, ഈ പീഡ ഏറ്റെടുത്ത്, ഈ കഷ്ടനഷ്ടങ്ങൾ ഏറ്റെടുത്ത്, ഈ കണ്ണുനീരിലൂടെ കടന്നുപോയി കാൽവരി കുരിശിന്റെ നിറകയിൽ എന്തിനാണ് യേശു ബലിയർപ്പിച്ചതെന്ന് അതിന്റെ പൂർണ്ണത ഇന്ന് പല ക്രിസ്ത്യാനികൾക്കും, ഇന്ന് പല മനുഷ്യർക്കും മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ ഈ ഭൗതിക നേട്ടത്തിന് വേണ്ടി എന്നെ ആക്കി വെച്ചത്? പറയുക. നീ എൻ്റെ പിതാവിനാൽ ഞാൻ അയക്കപ്പെട്ടതിൻ്റെ പൊരുളോ ചുരുളോ നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്കറിയാവോ? ഹല്ലേലൂയ. ഇതാ യേശു പറയാണ്, മനുഷ്യ, നിന്റെ സ്വത്ത് ഭാഗിക്കുന്നവനായി ആരെന്നെ നിയമിച്ചു? അനന്തരം
യേശു അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ. എന്താണ്? ജാഗരൂകരായിരിക്കുവിൻ. നീ ജാഗരൂകരായി ജീവിതം നയിച്ചാൽ, നീ ഒരു ജാഗ്രതയോടെ കുടുംബജീവിതം നയിച്ചാൽ, വിശ്വാസത്തിൽ നീ ജാഗ്രതയോടെ ദൈവരാജ്യത്തിന്റെ വേലയിലായിരുന്നാൽ, ശുശ്രൂഷയിലായിരുന്നാൽ, നീ ജാഗ്രതയോടെ, ആ പദം മറക്കരുത്, ജാഗ്രതയോടെ, സുബോധത്തോടെ, തീഷ്ണതയോടെ നിന്നോണം. എന്തിനു വേണ്ടി? ഈ ഭൂമിയിലെ സമ്പത്തിന് വേണ്ടിയല്ല, ഈ ഭൂമിയിലെ ചപ്പും ചവറിനും വേണ്ടിയല്ല. യേശു വന്നതിന്റെ എന്താ പറയാ, യേശു വന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം, എൻ്റെ പ്രിയമുള്ളവർ, സ്വർഗരാജ്യമാണ്. അതിനൊരു വിട്ടുവീഴ്ച യേശു ചെയ്തിട്ടില്ല, നമ്മളും ചെയ്യരുത്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങളോ, ഒരു ദൈവ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാനോ ഇതിനൊരു കോംപ്രമൈസ് ചെയ്യപ്പെടരുത്. ഹല്ലേലൂയ. ദൈവവചനം കേട്ടേ. അനന്തരം യേശു അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതം ധന്യമാകുന്നത് ദൈവകൃപയാലാണ്. സമ്പത്ത് എത്രയോ പേർ സമ്പത്തിന് വേണ്ടി ഓടി ഇന്ന് അവരാരുമില്ല. 6 അടി മണ്ണിൽ അടക്കം ചെയ്യപ്പെട്ടു. ഞാനും നിങ്ങളും അടക്കം ചെയ്യപ്പെടും. ഈ ലോകത്തിൽ സമ്പത്ത് എന്ന് പറഞ്ഞ് അപ്പനും മക്കളും തമ്മിൽ, അമ്മയും അപ്പനും തമ്മിൽ, സഹോദരങ്ങളും സഹോദരിമാരും തമ്മിൽ, അയൽവാസികളും തമ്മിൽ ആകെ പ്രശ്നമാ. സമ്പത്തിന്റെ പേരില പള്ളികളിലടി, കൂട്ടായ്മയിലടി, ശുശ്രൂഷ ജീവിതത്തിൽ പരാജയങ്ങൾ. സമ്പത്ത് എല്ലാത്തിലും. അതല്ലേ? ഹല്ലേലൂയ. ദ്രവ്യാസക്തിയാണ് എല്ലാത്തിൻ്റെ വീഴ്ചയ്ക്ക് കാരണം. എല്ലാ പാപത്തിൻ്റെ ആരംഭം ദ്രവ്യാസക്തിയാണ്. പണം. ഇവിടെ കർത്താവ് പറയാണ്, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമ യേശു പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുറകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വിശ്രമിക്കുക, തിന്നു കുടിച്ച് ആനന്ദിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, മൂഢനായ മനുഷ്യ, ബോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെട്ടാൽ അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെച്ചിരിക്കുന്നവനും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പ്രാർത്ഥനയോടെ പറഞ്ഞേ, അഭിഷേകത്തോടെ പറഞ്ഞേ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞേ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിന് വേണ്ടി ഭൂമിയിൽ ജീവിക്കണം. ദൈവരാജ്യം ലക്ഷ്യം വെച്ച് ദൈവിക ബോധത്തിൽ, ദൈവവചനത്തിൽ, പരിശുദ്ധാത്മാവുമായ കൂടിക്കലർന്ന ജീവിതത്തിൽ, സ്വർഗവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവപിതാവിനോടും യേശുക്രിസ്തുവിനോടും ദൈവിക സംവിധാനങ്ങളോടും ഒക്കെ നമുക്ക് ഒരു കൂടിക്കലർന്ന ബന്ധമുണ്ടാകണം. ദൈവം ഈ ഭൂമിയിൽ തൻ്റെ രാജ്യമാക്കി വച്ചിരിക്കുന്ന ഈ ഭൂമിയിലെ ദൈവരാജ്യം കർത്താവിൻ്റെ തിരുസഭയാണ്. ഈ ഭൂമിയിലെ ദൈവരാജ്യം തിരുസഭയാണ്. ഈ സഭയാകുന്ന ഈ വിശ്രമ സങ്കേതത്തിൽ നീ വന്ന് ഇവിടെ നിന്ന് സ്വർഗീയനാകുവാനുള്ള എല്ലാ വിഭവങ്ങളും നീ സംഭരിച്ച് സമ്പന്നനാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിലൂടെ, കുദാശകളിലൂടെ നീ കർത്താവിന്റെ സമ്പത്തിൽ സമ്പന്നനാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനത്തിൽ ഇത് ഈശോ ഈ മത്തായിയുടെ സുവിശേഷത്തില് അതിൻ്റെ 13-ാം അധ്യായത്തില് 44 മുതലുള്ള തിരുവചനത്തിൽ ഈശോ സ്വർഗരാജ്യത്തെ പരിചയപ്പെടുത്തുകയാണ്.
സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യത്തിൽ ഈശോ നമ്മളെ ആകർഷിക്കുകയാണ്. ആഴമായ ബോധ്യത്തിലേക്ക് ഈശോ നമ്മളെ ആകർഷിക്കുകയാണ്. നിങ്ങൾ ആ തിരുവചനം ശ്രദ്ധിച്ച് കേട്ടെ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 44 മുതലുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടു പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗരാജ്യം മറ്റെന്തിനേക്കാൾ വിലയുള്ളതാണ്, വിലയേറിയതാണ്. കാരണം ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. അത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും താൽക്കാലികമാണ്. മനുഷ്യന്റെ മരണം ബൈബിളിൽ ഹെബ്രായക്കാർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-28 തിരുവചനത്തിൽ 27-ാം തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യൻ ഒരിക്കൽ മരിക്കും. മനുഷ്യൻ ഒരിക്കൽ മരിക്കണം. അതാണ് ദൈവിക നീതി, ദൈവിക നിയമം ദൈവമാക്കി വെച്ചിരിക്കുകയാണ്. ഈ നിയമം നിങ്ങൾ ആരും അംഗീകരിച്ചാലും ഇല്ലേലും അത് നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. മനുഷ്യന് മരണം സംഭവിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരിക്കൽ മരിക്കും. ഒരു തിങ്കളാഴ്ച മരിക്കും, അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച മരിക്കും, അല്ലെങ്കിൽ ഒരു ബുധനാഴ്ച മരിക്കും, അല്ലെങ്കിൽ ഒരു തിങ്കളാഴ്ച മരിക്കും. ഏതെങ്കിലും ഒരു ദിനം നിനക്ക് മരണം കാത്തിരിപ്പുണ്ട്, എനിക്ക് മരണം കാത്തിരിപ്പുണ്ട്. നമ്മൾ എല്ലാവരും മരിച്ചേ മതിയാകൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിൽ കടക്കുവാൻ ദൈവം നമുക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. സസന്തോഷം സ്വീകരിക്കുവാൻ, ഏറ്റെടുക്കുവാൻ മരണമെന്ന ഒരു 2ാം ജനനം ദൈവം നമുക്ക് നൽകുകയാണ്. നമ്മൾ മരിച്ച് ജീവിക്കാൻ പോവുകയാണ്. ആത്മാവിൽ വീണ്ടും ജനിച്ചവൻ ഈ ശരീരത്തെ വെടിഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതാണ് മരണം വഴിയുള്ള ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ.